നമസ്തേ, ജനക്ഷേമത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് കരുത്തു പകരുന്ന മേഖലകളാണ് ഷിപ്പിംഗ്, ലോജിസ്റ്റിക്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് തുടങ്ങിയവ. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പുതിയ തുറമുഖങ്ങളുടെ വരവോടെ ഈ മേഖലകളിലെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുകയാണ്. മാരിടൈം രംഗത്തെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചുമാണ് ഇത്തവണ ജനക്ഷേമം പരിശോധിക്കുന്നത്. केरला हो, कर्नाटका हो, साउथ इंडिया के हर राज्य में जो समंदर से सटे हैं, वहां ब्लू इकोनॉमी के विकास के लिए एक कॉम्प्रिहेंसिव प्लान पर काम हो रहा है. ब्लू इकोनॉमी आत्मनिर्भर भारत का एक बहुत बड़ा स्रोत बनने वाला है. എല്ലാവർക്കും അവർക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും മനുഷ്യൻ്റെ മൂവ്മെൻറ്റും ഇതെല്ലാമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അന്നവും ആവശ്യമായ സർവീസും നൽകപ്പെടുന്ന, അത് കൃത്യതയോടുകൂടി എത്തിക്കാൻ കഴിയുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ നാം ലോജിസ്റ്റിക്സ് എന്നൊരു പേരിൽ വിളിക്കാം, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന്. ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഒരു പുതിയ ശാസ്ത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പഴയ കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നാം ഡിഫൈൻ ചെയ്തിരുന്ന കൊമേഴ്സിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തായിരുന്നു നാം കൊമേഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നത്? കൊമേഴ്സ് ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ പ്രോസസ് വിച്ച് ആർ നെസസറി ഫോർ ദ ഹിൻഡ്രാൻസസ് ഇൻ റിമൂവൽഡ് ബൈ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തിക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെയായിരുന്നു നാം കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ കൊമേഴ്സ് തന്നെയാണ് ലോജിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ അതിനെ ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായ തലത്തിലേക്ക് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ, ഓഷ്യനെയും ലാൻഡിനെയും ആകാശത്തെയും കുറച്ചുകൂടെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ആ രീതി നമുക്ക് ലോജിസ്റ്റിക്സ് അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയാം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോജിസ്റ്റിക്സ് അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖല എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, അതിനകത്തിലെ എംപ്ലോയ്മെൻറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നാം എന്ത് പഠിക്കണം? ഇത് നിരന്തരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാറുമുണ്ട്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, മാനുഫാക്ചർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലേബർ, ക്യാപിറ്റൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോമേഷൻ, മറ്റു തരത്തിൽ അനുബന്ധമായിട്ടൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അതിനെ കൃത്യമായി പാക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അതിൻ്റെ മാർക്കറ്റിംഗ്, സെയിൽസ്, മറ്റ് സ്ട്രാറ്റജികളെ എല്ലാം പ്ലാൻ ചെയ്ത് അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കപ്പെടുന്ന ടോട്ടൽ പ്രവർത്തനത്തെയാണ് നമുക്കൊരു സപ്ലൈ ചെയിൻ എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാം. ലോജിസ്റ്റിക്സിലേക്ക് നമുക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഓൾറെഡി ഒരു മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു മൊബൈലും ഉണ്ട്. ആ മൊബൈൽ ആ മാനുഫാക്ചറിങ് കമ്പനി തങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് അത് കൃത്യമായ ടൈമിൽ, കൃത്യമായ പ്രൈസിൽ, നല്ല ക്വാളിറ്റിയിൽ, അതിന് നല്ല ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിൽ ഒക്കെ എത്തിക്കുന്നതിന് ഒരുപാട് വർക്കുകൾ ആവശ്യമുണ്ട്. അത് അതിൻ്റെ ലോജിസ്റ്റിക്സിലേക്ക് വരും. അപ്പോൾ ഈ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും കൃത്യമായിട്ട് ഉപയോഗിക്കണം എങ്കിൽ നാം ഇങ്ങനെയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ലോജിസ്റ്റിക്സ് ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ ചുറ്റുമുള്ള മാർക്കറ്റിൽ, ലോക്കൽ തലത്തിലേക്കുള്ള മാർക്കറ്റിലേക്ക് നമുക്കത് എത്തിക്കാം. സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ആ രാജ്യത്തിനകത്ത് തന്നെ കൊടുക്കാം. അതിനെയാണ് നാം നാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വിളിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചു, അല്ലെ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച് ലോകരാജ്യങ്ങളിൽ എവിടെയും നമുക്ക് സെല്ല് ചെയ്യാം, അതിൻ്റെ പെർമിഷൻ കിട്ടുന്നതനുസരിച്ച്.
അത് അങ്ങനെ വരുന്നതാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ചെയിനകത്തിലെ ജോലി, വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ ആദ്യം ഈ വിഷയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടത്. नेशनल लॉजिस्टिक पॉलिसी हर क्षेत्र के लिए बहुत ही नई ऊर्जा लेकर के आई है. मैं सभी स्टेक होल्डर्स को, व्यापारियों को, कारोबारियों को, निर्यातकों को, देश के किसानों को लॉजिस्टिक कनेक्टिविटी को सुधारने के लिए, सिस्टमैटिक इंफ्रास्ट्रक्चर डेवलपमेंट के लिए हमने सागरमाला, भारतमाला जैसी योजनाएं शुरू की, लागू की. നമ്മളുടെ നാട്ടിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. ഇന്ത്യ സാഗർമാല, ഭാരത്മാല ലോജിസ്റ്റിക്സ് പോളിസികളെ സപ്പ, അതായത് ഇന്ത്യ അയൽ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിനസ് പാർട്ണർഷിപ്പ്, അതിനെ ചുരുക്കി പറയുന്നതാണ് കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റിലേക്ക് പോകുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് തന്നെ നിരവധി മാനുഫാക്ചറിങ് കമ്പനികളും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന കമ്പനികളുമൊക്കെ ഇന്ത്യയിലേക്ക് ധാരാളം വരുന്നു. ലോകത്തെ ചരക്ക് വ്യാപാരത്തിൻ്റെ 95% നടക്കുന്നതും കടലും അതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനിലുമാണ്. അതുകൊണ്ട് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ, എസ്പെഷ്യലി മാരിടൈം ലോജിസ്റ്റിക്സ്, മാരിടൈം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തെ ലോകം അടയാളപ്പെടുത്തുന്നത് അവസരങ്ങളുടെ മഹാസാഗരം എന്നാണ്. ഒരു ലോകത്തിൻ്റെ പട്ടിണി മാറ്റുവാൻ വേണ്ടി, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഈ പ്രവർത്തനം ഒന്നിച്ചു കൂടുമ്പോൾ അത് അത്രയും വലിപ്പത്തിൽ, ഭൂമിയുടെ വലിപ്പത്തിൽ തന്നെ അത് തൊഴിൽ, ബിസിനസ് അവസരങ്ങളും നൽകുമെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നാം മാരിടൈം ലോജിസ്റ്റിക്സ് ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ലോകം ഓഷ്യൻ ബേസ്ഡ് എക്കോണമിയിലേക്ക് മാറണം എന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. NSDC മാരിടൈം സെക്ടറിന് ആവശ്യമായിട്ടുള്ള വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ട്. NSDC നേരിട്ട് നടത്തുന്ന പല പ്രോഗ്രാംസുകളുമുണ്ട്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം നടത്തുന്ന പ്രോഗ്രാമുണ്ട്. ആ സ്കില്ലിംഗ് പ്രോഗ്രാമിനകത്തിൽ പങ്കെടുക്കുന്നവരും അത് ക്ലാസ്സുകൾ നൽകുന്നവരും കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ആ നോഹൗ പ്രാക്ടിക്കൽ തലത്തിൽ, അതായത് ഡെസ്റ്റിനേഷൻ ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് നല്ലോണം ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം, നല്ല ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് പഠിപ്പിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഈ പഴയ കാലത്തെ കൂട്ടല്ല ഡ്രഗ്സ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളോ അല്ല ദുശീലങ്ങളിലേക്കുള്ളൊന്നും തന്നെ പോകരുത്. കാരണം ലോകരാജ്യമൊക്കെ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിനെ എടുക്കുമ്പോൾ അവരുടെ ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട്. പക്ഷേ NSDC നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ ആ തരത്തിലേക്ക് അത് അധ്യാപകരും വിദ്യാർത്ഥികളും ഇത് പൊതുസമൂഹം മൊത്തത്തിൽ ഒരുപോലെ, ഇത് ഗവൺമെൻറ് തരുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് വേണ്ടി സ്റ്റൈഫൻഡ് തരുന്നു, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരുന്നു, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തരുന്നു. ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മളുടെ മൊത്തത്തിൽ ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള തരത്തിലേക്ക് നാം അതിനെ NSDCയുടെയും മറ്റു തരത്തിലേക്കുള്ള സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പ്രോജക്റ്റുകൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് എൻ്റെ അഭിപ്രായം. लॉजिस्टिक्स सेक्टर की मजबूती सामान्य मानवी का जीवन ही आसान नहीं बल्कि श्रम और श्रमिकों का सम्मान बढ़ाने में भी मदद करेगी. साथियों, अब भारत के लॉजिस्टिक्स सेक्टर से उलझनें समाप्त होगी, उम्मीदें बढ़ेगी. ये सेक्टर अब देश की सफलता को नई ऊंचाई पर पहुंचाएगा. ലോകത്തെ
പല ചെറു രാജ്യങ്ങളെയും മികച്ച സാമ്പത്തിക ശക്തികളായി വളരുവാൻ അവിടുത്തെ തുറമുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും വഴിയൊരുക്കുന്നു. ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മേഖലയിൽ ഏറ്റവും മുന്നിലെത്താൻ കഴിയുന്ന തരത്തിലുള്ള വമ്പൻ പദ്ധതികൾക്കാണ് ഭാരതം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കും. The Sagarmala project for promoting port-led development was announced by the government in 2016. As part of the program, more than 574 projects at a cost of $82 billion or 6 lakh crores have been identified for implementation during 2015 to 2035. The world to come to India and be a part of our growth trajectory. India is very sincere about growing in the maritime sector and emerging as a leading blue economy of the world. മാരിടൈം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട 71% വരുന്ന ഓഷ്യൻ, 29% വരുന്ന കരഭൂമി, ആകാശം, ഇത് ഇത്രയും കാര്യങ്ങളും ഇതിനകത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാരിടൈമിൻ്റെ ഭാഗമെടുക്കുമ്പോൾ നമുക്ക് കടലിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വലിയ ശാസ്ത്ര വിഭാഗമുണ്ട്. അത് ഓഷ്യാനോഗ്രഫി എന്ന് പറയും, അല്ലെ ഓഷ്യൻ സയൻസ് എന്നുള്ള തരത്തിലേക്ക് പറയും. അത് നൽകുന്ന ഓപ്പർച്യൂണിറ്റി ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻവയോൺമെൻറ്റൽ കാര്യത്തെക്കുറിച്ചിട്ടും ഓഷ്യനെ എങ്ങനെ ഉപയോഗിക്കണമെന്നും ആവാസ വ്യവസ്ഥ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അതിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന, അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ഒരു ഡിവിഷനായിട്ട് വരും. കടൽ നമ്മൾ കേട്ടില്ലേ, കടൽ കുഴിച്ച് നമ്മൾ എണ്ണ എടുക്കുന്നു, ധാതുക്കൾ എടുക്കുന്നു, ലവണങ്ങൾ എടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കടലിൻ്റെ അടിത്തട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. ഒരു പോർട്ട് ഉണ്ടാക്കാൻ കടൽ കുഴിക്കേണ്ടി വരുന്നു, ഡ്രഡ്ജ് ചെയ്യേണ്ടി വരുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു എൻജിനീയറിംഗ് അല്ലെ ഹൈഡ്രോഗ്രാഫിക് ആയിട്ടുള്ള തരത്തിലേക്കുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഹൈഡ്രോഗ്രാഫിക് സർവേകൾ വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഷിപ്പുകൾ നിർമ്മിക്കുന്നതാണെങ്കിൽ അത് നേവൽ ആർക്കിടെക്ട് വരുന്നുണ്ട്, നാവിഗേഷനുമായിട്ട് അല്ല സീഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ക്യാപ്റ്റന്മാരാകാൻ വേണ്ടി നാവിഗേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഡിവിഷനായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഡിഫൻസിലേക്കും ബാക്കിയൊക്കെ പോകണമെങ്കിൽ നേവി അല്ലെ കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു, അതായത് മാരിടൈം മൊത്തത്തിൽ നാം എടുക്കുമ്പോൾ ആ മാരിടൈമിൻ്റെ ഒരു ഭാഗത്ത് തരുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഒരു ഷിപ്പ് നിർമ്മിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ വിഴിഞ്ഞത്ത് MS ഇറാനിയ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വരുന്നു. ഏകദേശം 400 മീറ്ററുള്ള ഒരു ഷിപ്പ് നമ്മുടെ തുറമുഖത്തെത്തുന്നു. 400 മീറ്ററുള്ള ഒരു വലിയ ഷിപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 4 ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ 3.5 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട്. അത്രയും വലിപ്പമുള്ള ഒരു ഷിപ്പ് നമുക്ക് നിർമ്മിക്കണം എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബസ് നിർമ്മിക്കണമെങ്കിൽ എത്ര മാൻ പവർ വേണം? 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള ഒരു പോർട്ട് നിർമ്മിക്കണമെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ്, എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട്, IT ആയിട്ട് ബന്ധപ്പെട്ട്, പിന്നെ കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, മെഡിസിനുമായിട്ട് അതുകൊണ്ടാണ് അതൊരു ഓഷ്യൻസ് ഓഫ്, ഇതെല്ലാം മാരിടൈമിൻ്റെ എന്താണ് ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സബ്ജക്റ്റുകളാണ്. ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ് അവർക്ക് അതിൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന ഡിഗ്രി കോഴ്സിനോ പോയിട്ട് അവർക്ക് ഇത്തരത്തിലേക്കുള്ള മേഖല തിരഞ്ഞെടുത്ത് പോകാൻ വേണ്ടി പറ്റും. ആ മേഖലയിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മേഖലയിൽ വരുന്ന എംപ്ലോയ്മെൻറ്റും എൻ്റർപ്രണർഷിപ്പും എക്സ്പ്ലോർ ചെയ്യാം. ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ പല യൂണിവേഴ്സിറ്റി, ചെന്നൈയിലുണ്ട്, മുംബൈയിലുണ്ട്, പിന്നെ തമിഴ്നാട്ടിലെ നിഷ് യൂണിവേഴ്സിറ്റി, നിരവധി കോളേജുകൾ കേരളത്തിൽ തന്നെ ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലോജിസ്റ്റിക് സെക്ടർ സപ്ലൈ ചെയിൻ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉൽപ്പാദന കേന്ദ്രത്തിലുള്ള പ്രോഡക്റ്റിനെ എൻഡ് യൂസറുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി, അതിനാവശ്യമായിട്ടുള്ള നോഹൗ, അതിൻ്റെ കൊമേഴ്സ്യൽ സൈഡ്, ഫൈനാൻഷ്യൽ സൈഡ്, അതിൻ്റെ കോൺട്രാക്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതി, അതിൻ്റെ എക്കണോമിക്സ്, അതിൻ്റെ ലോ, ഇതൊക്കെയാണ് ലോജിസ്റ്റിക്സിലും സപ്ലൈ ചെയിനിലും വരുന്നത്.
അത് കാർഗോയെക്കുറിച്ച് പഠിക്കണം, കാർഗോ മാനേജ്മെൻറ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ച് പഠിക്കണം, മറൈൻ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കണം, ഷിപ്പിംഗ് ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് അറിയണം, പോർട്ട് ഓപ്പറേഷൻസിനെ കുറിച്ച് അറിയണം, കസ്റ്റംസ് എങ്ങനെ നടക്കണമെന്ന് അറിയണം, കാർഗോ സർവേ എങ്ങനെയാണ്, കാർഗോ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് എത്തിക്കപ്പെടുന്നതിന് രാജ്യങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള ട്രീറ്റുകൾ എന്തൊക്കെയാണ്, ഇതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നറൈസേഷൻ എങ്ങനെയാണ്, ബ്രേക്ക് ബൾക്ക് കാർഗോ എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫൈനാൻസും മറ്റും കാര്യങ്ങളും ചെയ്യപ്പെടുന്നതിനകത്തിലെ ഏതെല്ലാം തരത്തിലുള്ള ടേംസുകൾ നാം ഉപയോഗിക്കണം, ഈ എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഏതെല്ലാം കൊമേഴ്സ്യൽ എഗ്രിമെൻറ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഒരു കാർഗോയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിരിക്കുന്ന HSN ഹാർമണൈസ്ഡ് സിസ്റ്റം നോമൻ കൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യണം, തങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള കാർഗോയെ എങ്ങനെ അതിനെ അന്താരാഷ്ട്ര മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അനുസരിച്ച് അത് പാക്ക് ചെയ്ത് അതിനെ ഗ്രേഡ് ചെയ്ത് അയക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അപ്പം അതിനു വേണ്ടി നാം ഇതേ തരത്തിൽ തന്നെ നമ്മൾ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ്, വെയർഹൗസ് മാനേജ്മെൻറ്റ്, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്, പോർട്ട് ആൻഡ് കസ്റ്റംസ് മാനേജ്മെൻറ്റ്, പോർട്ട് ആൻഡ് മാരിടൈം ലോ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ വിഷയത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഈ മേഖലയിൽ നിരവധി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റുക, സ്കിൽ ഇന്ത്യ, ക്വാളിറ്റി മാൻ പവറിനെ ഇന്ത്യക്കും ലോകരാജ്യത്തിനും സപ്ലൈ ചെയ്യത്തക്ക തരത്തിലേക്ക് തയ്യാറാക്കിയെടുക്കുക. കാരണം നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി എന്ന് പറയുന്ന ഒരു വസുദൈവ കുടുംബം, ലോകത്തിന് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കപ്പെടുന്ന ഒരു രാജ്യം എന്ന തരത്തിലേക്ക് മാറുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യം. അപ്പം ആ ലോകത്തിന് എല്ലായിടത്തേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്നത് സപ്ലൈ ചെയിനിലൂടെയും ലോജിസ്റ്റിക്സിൽ കൂടെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ സാഗർമാല, ഭാരത് മാല, ലോജിസ്റ്റിക്സ് പോളിസി, PM ഗതിശക്തി, ഇങ്ങനെ ഞാൻ മുമ്പ് പ്രതിപാദിച്ച കാര്യങ്ങളും കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ സക്സസ്സിലേക്ക് കൊണ്ടുവരാനും കേരളത്തിലെ മറ്റ് തുറമുഖങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമം നടത്തുന്നത്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ ലോജിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ലോജിസ്റ്റിക്സ് സെക്ടർ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ലോജിസ്റ്റിക്സ് സെക്ടർ കൗൺസിലുകൾ ഈ വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള കോഴ്സുകൾ ITI മുഖാന്തരം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മുഖാന്തരം, കോളേജുകളിലും എല്ലാം പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളുടെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ, യൂണിവേഴ്സിറ്റികൾക്കെല്ലാം പണ്ട് നമുക്ക് PhD ഒക്കെ ഉള്ളവർക്ക് ആണ് കോളേജിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടുന്നത് എങ്കിൽ ഗവൺമെൻറ് UGC ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമം അനുസരിച്ച് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്, സബ്ജക്റ്റിലെ എക്സ്പേർട്സുകൾക്ക് പഠിപ്പിക്കാനുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന തരത്തിലേക്കുള്ള സ്കില്ലിങ്ങിന് വേണ്ടി അബ്സല്യൂട്ട് നോളജ്. കാരണം എഡ്യൂക്കേഷനെ രണ്ടായിട്ടെടുത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം നോളജ് ഷെയർ ചെയ്യുമ്പോൾ സ്കില്ലിംഗ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള, നല്ലോണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള, പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിയുന്ന, നെഗോഷിയേഷൻ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു നല്ല മാൻ പവറിനെ വാർത്തെടുക്കുക കൂടിയാണ്. അപ്പോൾ ആ നല്ലൊരു മാൻ പവറിനെ വാർത്തെടുക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ ട്രെയിനിങ് വേണം, അതിന് ആവശ്യമായിട്ടുള്ള IT നോളജ് കൊടുക്കണം, പ്രോജക്റ്റ് വർക്കുകൾ കൊടുക്കണം, ഇതെല്ലാം വേണം. ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മാരിടൈം മേഖലയിലെ പ്രൊഫഷണലാകാൻ കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത്, ഞാൻ ആ മേഖലയിലുള്ള ഒരാളെന്ന നിലയിൽ പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ആ സർവീസ് നൽകുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളും പേയ്മെൻറ്റും അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും വളരെ വലുതായിരിക്കും.
കൃത്യമായ മുന്നൊരുക്കത്തോടെ നൈപുണ്യ വികസനം സാധ്യമാക്കിയാൽ ഷിപ്പിംഗ്, ലോജിസ്റ്റിക്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച തൊഴിലുകൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒട്ടേറെ കോഴ്സുകൾ ഈ രംഗത്ത് നടത്തിവരുന്നു. I'm sure together we will achieve great success in boosting the maritime economy. India is a natural leader in this sector. മാരിടൈം ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ ഈ പറയുന്ന അവസരങ്ങളുടെ കടലാണ്. അതിനകത്തിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് പോകാം, കാർഗോ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പോകാം, ഷിപ്പിംഗ് കമ്പനി നിങ്ങൾക്ക് തുടങ്ങാം, ഫ്രൈറ്റ് ഫോർവേഡിംഗ് തുടങ്ങാം, NVOCC നിങ്ങൾക്ക് തുടങ്ങാം, സ്റ്റീവ് ഡോറിംഗ് കമ്പനി തുടങ്ങാം, മാരിടൈം സർവേ കമ്പനി തുടങ്ങാം, ഷിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു തരത്തിലുള്ള സപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിൽ തൊടുന്നു അതെല്ലാം ബിസിനസ്സായിട്ട് മാറും. അതാണ് ഈ മേഖല തരുന്ന തൊഴിൽ ബിസിനസ് അവസരങ്ങൾ. സാഗർമാല, ഭാരത്മാല ഇവ എന്താണ്? അതുപോലെ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് പോളിസി എന്താണ് ഉദ്ദേശിക്കുന്നത്? PM ഗതിശക്തി എന്താണ്? ഇതിലൂടെ എങ്ങനെ എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം? ഒപ്പം തന്നെ ഇതിലൂടെ ഇന്ത്യ എങ്ങനെയാണ് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇത് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. സാഗർമാല എന്നുള്ളത് 2016 കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ നിലവിലുള്ള തുറമുഖങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിനും പുതിയ തുറമുഖങ്ങൾ സൃഷ്ടിച്ചും കഴിയുന്നത്ര കണക്ടിവിറ്റി, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നടക്കണമെങ്കിൽ വെസലുകൾ വരണം, ട്രക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കണം, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം. ഇതിൻ്റെ കണക്ടിവിറ്റി സ്മൂത്തായിട്ട് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ നടന്നാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് കടലും പുഴകളും നദികളും ബാക്കിയുള്ള എല്ലാ അവസരങ്ങളെയും നവീകരിച്ച് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സാഗർമാല. ഭാരത്മാലയിലേക്ക് നാം വന്നാൽ ഇന്ത്യക്ക് 9 കോസ്റ്റൽ സ്റ്റേറ്റുകൾ, ഗുജറാത്തിൽ നിന്നും തുടങ്ങിയിട്ട് 9 കോസ്റ്റൽ സ്റ്റേറ്റിൽ നാം ചെന്ന് നിൽക്കുന്നു. നമ്മളെ വരുന്ന ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെയെല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ തുറമുഖങ്ങളിലെത്തുന്ന കാർഗോയും അതുപോലെ തന്നെ ഹ്യൂമൻ്റെ മൊത്തത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനുമുള്ള കണക്ടിവിറ്റിയെ വിപുലപ്പെടുത്താൻ വേണ്ടിയുള്ള റോഡ് കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭാരത്മാല എന്ന പ്രോജക്റ്റിലേക്ക് വന്നത്. ഇന്ത്യ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ലോജിസ്റ്റിക്സ് പോളിസി കൊണ്ടുവന്നത്. നിലവിൽ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 18 അല്ലെങ്കിൽ 16 തൊട്ട് 18 വരെയാണെങ്കിൽ അത് ലോകരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ചൈന മാതിരിയുള്ള രാജ്യത്തിൻ്റെ 7, 8, 9 എന്ന് നിൽക്കുന്നു. ഈ ലോജിസ്റ്റിക്സ് കോസ്റ്റിൻ്റെ 17 നിന്നും അല്ലെങ്കിൽ 16 നിന്നും നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം 7ലേക്കോ 8ലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ നമ്മുടെ രാജ്യത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കണക്ടിവിറ്റിയുടെ ഒരു ടോട്ടാലിറ്റിയാണ് ഈ സാഗർമാല തൊട്ട് ഇപ്പോൾ 2030 നമ്മളുടെ മാരിടൈം വിഷൻ 2030 വരെ നിലനിൽക്കുന്ന ആ സബ്ജക്റ്റ്. മാരിടൈം മേഖല ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ പെനിൻസുലയുടെ തെക്കേ അറ്റത്ത് നിൽക്കുന്ന കേരളത്തിന് 590 കിലോമീറ്റർ തീരദേശമുണ്ട്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു മെഗാ പോർട്ട് പ്രോജക്റ്റായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ഭാവിയിൽ ലോക മാരിടൈം മേഖലയിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത്. അപ്പം ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ച് കൃത്യമായ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മൊത്തത്തിൽ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും നമുക്ക് സപ്ലൈ ചെയ്യാനും ഇന്ത്യയുടെ മൊത്തം ഭാഗത്തേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി കേരളത്തിന് മുന്നോട്ട് വരുമ്പോൾ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും തുറന്നിടുന്ന വാതിൽ ഒരുപക്ഷെ കേരളം അല്ലെങ്കിൽ ഇന്ത്യക്ക് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇൻഡസ്ട്രിയൽ, ലീഗൽ, ജേണൽ തലത്തിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും തരുന്നത്. എല്ലാവിധം വിഭാഗം ആൾക്കാർക്കും
ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം അത്തരത്തിൽ പഠനത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിക്ക് തലത്തിലേക്കും എൻ്റർപ്രണർഷിപ്പിന് പോകേണ്ടവർക്ക് എൻ്റർപ്രണർഷിപ്പിൻ്റെ തലത്തിലേക്കും ക്വാളിറ്റി ആയിട്ടുള്ള സ്കില്ലിങ്ങിലേക്ക് പോകണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രോഗ്രാം ഈ സ്കില്ലിംഗ് മേഖലയിൽ നടത്തുന്നുണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നല്ല സ്കിൽഡ് മാൻ പവറായിട്ട് മാറുക. ലോകത്തിന് ആവശ്യം സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ സ്കിൽഡ് മാൻ പവറാണ്. ഇന്ന് ലോകം മൊത്തത്തിൽ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ലോകത്തിന് മൊത്തം സപ്ലൈ ചെയിൻ നടത്തുവാൻ തക്ക തരത്തിൽ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതിലൂടെ 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു വികസിത രാജ്യമാകും. ആ വികസിത രാജ്യത്തിലേക്ക് ഇന്ത്യ പോകുന്ന നാൾ വഴികളിൽ നിരവധി മാനുഫാക്ചറിങ്, ടൂറിസം, മറ്റനുബന്ധമായിട്ടുള്ള മേഖലകൾ, നിയമരംഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരും. ഇന്ത്യ മാരിടൈം മേഖലയിലേക്ക് ഇത്ര അധികം മുന്നോട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയിൽ ലോകം കടൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂ എക്കോണമിയിലേക്ക് മാറിയ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്ന എല്ലാ അവസരങ്ങളും എല്ലാവരും കൃത്യമായോടുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പക്ഷത്തിലെ ലോകത്തിലെ ഏറ്റവും റിച്ചായിട്ടുള്ള ആൾക്കാരായിട്ട് മാറാൻ ഓരോ നമ്മുടെ ഇന്ത്യക്കാർക്കും കഴിയും. അതിന് IT മേഖലയ്ക്കും കഴിയും, എഞ്ചിനീയറിംഗ് മേഖലയ്ക്കും കഴിയും, താഴത്തെ ലേബർ ക്ലാസ് കമ്മ്യൂണിറ്റിക്കും പറ്റും, ഉയർന്ന ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാവർക്കും പറ്റും. അതിനു വേണ്ട സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ. അതിന് ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടുകളും നൽകുന്നുണ്ട്. India's long coastline awaits you. India's hard-working people await you. Invest in our ports. Invest in our people. Let India be your preferred trade destination. Let India ports be your port of call for trade and commerce. ഷിപ്പിംഗ് മേഖലയിലെ വികസനം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് ശക്തി പകരാൻ പോകുന്നത്. ഇതോടൊപ്പം ഓരോ അനുബന്ധ തൊഴിൽ മേഖലകളും വ്യവസായങ്ങളും വികസിക്കും. അനുദിനം മാറിവരുന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായി നമ്മുടെ തൊഴിൽ നൈപുണ്യം കൂടി മെച്ചപ്പെടുത്തിയാൽ നാം ഓരോരുത്തർക്കും ഈ വികസന കുതിപ്പിനൊപ്പം മുന്നേറാൻ കഴിയും. പരമാവധി ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.